ക്രൈസ്തവ സഭകളെ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയെ സമൂഹ മധ്യത്തിൽ കരുതേച്ച് കാണിക്കാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും ചില ഓൺലൈൻ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെയും വിലക്കെടുത്ത് പ്രവർത്തിക്കുന്നത് ചില സ്ലീപ്പർ സെല്ലുകളാണ്. ബിഷപ്പ് ഫ്രാങ്കോക്കെതിരായ കന്യാസ്ത്രീ സമരത്തിന് ചരടുവലിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാകുന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം വാർത്താ മിനിറ്റ് എന്ന ഓൺലൈൻ മീഡിയ കന്യാസ്ത്രീയെ മുൻനിർത്തി സഭയ്ക്കെതിരെ നടത്തുന്ന മാധ്യമ വിചാരണ. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസ് പ്രതി സിദ്ദീഖ് കാപ്പന്റെ ഉറ്റ സുഹൃത്താണ് ഈ ഓൺലൈൻ മാധ്യമത്തിന്റെ എഡിറ്റർ. ജാമ്യത്തിലിറങ്ങിയ സിദ്ദീഖ് കാപ്പൻ ഡൽഹി ഷഹീൻ ബാഗിൽ മുസ്ലിം മിറർ ഓൺലൈനിൽ ജോലി തുടങ്ങിയിട്ടുണ്ട്. കാപ്പന്റെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനം ഇനി ഉഷാറാകും. CA റൌഫ് ജാമ്യത്തിലിറങ്ങിയതോടെ PFI ഹവാല സെല്ലുകളും സജീവമായിട്ടുണ്ടാകണം. പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയ്ക്കൊത്ത് കട്ടിംഗ് സൗത്ത് സെമിനാർ സംഘാടകയായ ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് ഫണ്ട് കിട്ടിയാൽ ഏത് മാധ്യമ നെറുകേടിനും തയ്യാറാണെന്ന് പണ്ടേ തെളിഞ്ഞതാണ്. കന്യാസ്ത്രീ വെളിപ്പെടുത്തൽ നാടകം തിരശീല ഉയർത്തുമ്പോൾ പിന്നണിയിൽ സിദ്ദീഖ് കാപ്പനും ഉണ്ടാകും. ക്രൈസ്തവ സഭാംഗങ്ങൾക്ക് ധാർമ്മിക ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നത് ഒരു ചരിത്ര സത്യമാണ്. സഭയുടെ നേതൃത്വവും സഭയുടെ അംഗങ്ങളും തങ്ങൾ വിശുദ്ധിയുടെ പാരമ്യത്തിൽ നിൽക്കുന്നവരാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടുമില്ല. സ്വയം നവീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ജീവിത ശൈലിയാണ് സഭാംഗങ്ങൾക്കുള്ളത്. എന്നാൽ സഭയുടെ ശത്രുക്കൾ എക്കാലവും സഭാംഗങ്ങളുടെ ജീവിത പരാജയങ്ങളെ ആനുപാതികമല്ലാത്ത വിധം വലുതാക്കിയും നിറം ചേർത്തും വളച്ചൊടിച്ചും അവതരിപ്പിക്കുക പതിവാണ്. നോവലുകളിലും സിനിമകളിലും പല അളവുകളിൽ ക്രൈസ്തവ പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിന്റെ നിറം ചാലിച്ചതും ഭാവനാ കൽപ്പിതങ്ങളുമായ കഥകൾ ആവിഷ്കരിക്കപ്പെടുന്നത് കേരള സമൂഹം മുൻപും കണ്ടുകൊണ്ടിരുന്നു. കേരളത്തിന്റെ അശ്ലീല സാഹിത്യ ശാഖയ്ക്ക് അതുല്യ സംഭാവനകൾ നൽകിയത് കേരള കത്തോലിക്ക സഭയിലെ ഒരു മുൻ കന്യാസ്ത്രീയും ഒരു കപട കന്യാസ്ത്രീയുമായിരുന്നു. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ പുസ്തകവും നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ പുസ്തകവും പലരും ഒളിച്ചു വെച്ച് വായിക്കുകയും വായിച്ച ശേഷം അവ കത്തിച്ചും കക്കൂസിലിട്ടും നശിപ്പിച്ചു കളഞ്ഞു. ഈ അശ്ലീല ഗ്രന്ഥങ്ങളുടെ നിരയിലേക്ക് ഈയിടെ സന്യാസ സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മറ്റൊരു കന്യാസ്ത്രീയുടെ രചന കൂടി ഇടം പിടിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങുന്ന പുതിയ അശ്ലീല പുസ്തകം എത്രമാത്രം ഇക്കിളിപ്പെടുത്തുന്നതായിരിക്കുമെന്ന് അനുവാചകരെ അറിയിക്കാൻ അതിന്റെ ഒരു ഭാഗം മാതൃഭാഷയെ അപമാനിക്കാനുണ്ടായ മാധ്യമം ഈ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഭാവനാ കൽപ്പിതമായ ലൈംഗിക വർണ്ണനകൾ കേൾക്കാൻ കേരള സമൂഹത്തോട് കാത്തിരിക്കാൻ പറയുന്ന വിസർജ്യം പ്രസിദ്ധീകരിക്കുന്ന പ്രസ്തുത പ്രസാധകരും അതിന് തയ്യാറാകുന്ന മുൻ കന്യാസ്ത്രീയും മരവിച്ചും അധപ്പതിച്ചും പോകുന്ന മലയാളി ധാർമ്മികതയ്ക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇത്രമാത്രം അധപ്പതിച്ച ചിന്തയോടും കെട്ടിനിർത്തപ്പെട്ട വികാരങ്ങളോടും കൂടെ ചിലരെങ്കിലും സന്യാസ സമൂഹങ്ങളിൽ എത്തിപ്പെടുന്നുണ്ടെന്നത് ക്രൈസ്തവ സന്യാസ ലോകം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പരിശീലനത്തിന്റെ നാളുകളിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത കള്ള നാണയങ്ങൾ കാലാന്തരത്തിൽ സയനൈഡുകളാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി പരിണമിക്കുകയാണ്.